കർത്താവേ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണ്ണമാ നിൻ കയ്യിൽ തന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണ്ണമാ നിൻ കയ്യിൽ തന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണ്ണമാ നിൻ കയ്യിൽ തന്നിടുന്നു. കർത്താവിനാൽ അനുഗ്രഹീതമായ നല്ല വിശുദ്ധ പകൽക്കാലത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസന്മാർ, ഇന്ന് പകൽ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ വാത്സല്യ മാതാപിതാക്കൾ ഏവർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവത്തെ വീണ്ടും ആരാധിപ്പാനും സ്തുതിപ്പാനും ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരവസരം കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയുടെ ദിവസങ്ങളൊക്കെ കർത്താവ് നമ്മെ ക്ഷേമത്തോടെ പരിപാലിച്ചു. നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ആയിരുന്ന ഇടങ്ങളിൽ കർത്താവ് സൂക്ഷിച്ചു. നാട്ടിലേക്കുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ യാത്രകളിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ക്ഷേമത്തോടെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുവാൻ സർവശക്തനായ ദൈവം കാണിച്ച എല്ലാ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളെ എല്ലാം ദൈവം പരിപാലിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ രോഗശയ്യയിലായിരിക്കുന്ന മാതാപിതാക്കളെ ദൈവം താങ്ങി അവർക്ക് ആരോഗ്യം നൽകി. ഇത്രത്തോളം ദൈവം പരിപാലിച്ചു. നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ സന്തോഷത്തോടെ ഈ പകൽക്കാലത്തെ ആരാധനയിലേക്ക് കർത്താവ് കൊണ്ടുവന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള സമയങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്ന വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇത് നമ്മുടെ ആരാധനയുടെ ദിവസമാണ്. ആരാധനയുടെ ദിവസമെന്ന് പറയുന്നത് നമ്മുടെ സന്തോഷത്തിന്റെ ദിവസമാണ്. നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മുടെ വേദനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ കഴിയുന്ന നിമിഷങ്ങളായിരിക്കണം ആരാധനയിലായിരിക്കുന്ന നിമിഷങ്ങൾ. ദൈവത്തിന് സ്തോത്രം. വന്ന ഭാരത്തോടെ മടങ്ങിപ്പോകാനാണ് കഴിയുന്നതെങ്കിൽ ആരാധനയിൽ വന്നതുകൊണ്ട് എന്ത് നേടി എന്നുള്ളത് നാം ചിന്തിക്കണം. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ നമ്മുടെ വേദനകളും നമ്മുടെ ഭാരങ്ങളും നമ്മുടെ ദുഃഖങ്ങളും ഒക്കെ ഇവിടെ ഇറക്കി വെച്ച് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് സന്തോഷത്തോടെ ഹല്ലേലൂയ കടന്നു പോകാൻ വേണം നാം എല്ലാവരും ഉത്സാഹിക്കുവാൻ. ആ ഒരു ചിന്തയോടുകൂടെ ദൈവസന്നിധിയിൽ സ്തോത്രം അർപ്പിച്ച പ്രാർത്ഥനകളെ ദൈവസന്നിധിയിൽ അർപ്പിച്ച് ഹല്ലേലൂയ പാട്ടുകൾ പാടി ഒക്കെ ദൈവത്തെ ആരാധിക്കുവാൻ ലഭിക്കപ്പെടുന്ന അവസരങ്ങൾ വേണ്ടതുപോലെ വിനിയോഗിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവപാലവിടത്തിലായിരിക്കാം. ഈ മനോഹരമായ പകലിൽ ദൈവത്തെ ആരാധിക്കുവാൻ പിന്നെയും ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ എന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പാട്ട് പാടുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമായി ആരാധന ചുരുങ്ങുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അതും എല്ലാ പാട്ടും പാടുന്ന അവസരത്തിൽ ആരാധന ഉണ്ടാകുകയില്ല. അല്ല, സന്തോഷിപ്പിക്കുന്ന ഒരു പക്ഷേ നമ്മളെ വളരെ ആകർഷിക്കുന്ന പാട്ടുകളും അതും എല്ലാ അവസരങ്ങളിലും ആ ഒരു അനുഭവത്തിലേക്ക് നാം നയിക്കപ്പെടണമെന്നില്ല. നമ്മുടെ മാനസികാവസ്ഥകൾ ഒക്കെ ശരിയാണെങ്കിൽ എല്ലാ താളമേളങ്ങളും അല്ലെങ്കിൽ എല്ലാ ആരാധനയുടെ സൗകര്യങ്ങളും ഒക്കെ ഒത്തിരിക്കുമ്പോൾ മാത്രം ആരാധിക്കാനായിട്ട് ഒരുങ്ങുന്നവരായി നാം തീരരുത്. ആരാധന വ്യക്തിപരമാണ്. ദൈവത്തിന് സ്തോത്രം. ആരാധന വ്യക്തിപരമാണ്. ഹല്ലേലൂയ. ഇടത്തിരിക്കുന്നവരോ വലത്തിരിക്കുന്നവരോ ആരാധിക്കുന്നതിന്റെ പ്രേരണയിൽ വരുന്നതല്ല ആകരുത് ആരാധന. അകത്തുനിന്ന് ഒഴുകി വരുന്നതായിരിക്കണം ആരാധന. അകത്തുനിന്ന് ഉയർന്നു വരുന്നതായിരിക്കണം ആരാധന. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ അനുഭവങ്ങളോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവമക്കളുടെ വിലപ്പെട്ട പ്രാർത്ഥനകൾക്കും സ്നേഹത്തിനും കൂട്ടായ്മകൾക്കും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. പരസ്പരം ഓർക്കുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ കർത്താവ് നമുക്ക് ഇടം നൽകി. അതുകൊണ്ട് ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ പിന്നെയും ദൈവസന്നിധി കടന്നു വരാനിടയായല്ലോ. എല്ലാ മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ സർവശക്തനായ ദൈവത്തിന് എല്ലാ മഹത്വം അർപ്പിക്കുമ്പോൾ ഇന്ന് പകൽ വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. 44-ാം സങ്കീർത്തനമാണ് നമുക്ക് വായിപ്പാനിടയായിത്തീർന്നത്. ദൈവജനമായ ഇസ്രായേലിന്റെ ജീവിതാനുഭവങ്ങളെ വർണ്ണിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് ഇവിടെ കോരഹപുത്രന്മാർ ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ സങ്കീർത്തനത്തിൽ നിന്ന് അല്ലുള്ള ചിന്തകൾ നമുക്ക് ആശ്വാസമായി തീരാൻ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഈ പകൽക്കാലത്തെ ചിന്തയ്ക്കായി 44-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. ഒരാൾ ശബ്ദമുയർത്തി ആ വേദഭാഗം വായിച്ചാൽ. ആ ആ ആ ആ
അവസാനത്തെ വാചകം ദൈവമക്കൾ ശ്രദ്ധിക്കുക. നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. മക്കളോട് പ്രീതിയുള്ള ഒരു ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുക. മക്കളോട് പ്രീതിയുള്ള ദൈവം. ആ 3-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ ജനം പ്രാപിച്ച ആ വിടുതലുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടെ പറയുകയാണ്, അതുകൊണ്ടൊന്നുമല്ല, അവർക്കുള്ള അനുഭവങ്ങൾ കൊണ്ടൊന്നുമല്ല അവർ ജയം നേടിയത്, അവർ വിജയം നേടിയത് നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഇസ്രായേൽ ജനത്തെ പോലെ നാമും ഇന്ന് ഇവിടെ ആയിരിക്കുന്നതിന്റെ കാരണം, നാമും ഇന്ന് അനുഭവിക്കുന്ന നന്മകൾക്ക് കാരണം പറയാൻ ദൈവസന്നിധിയിൽ കഴിയുമോ? കർത്താവിന് എന്നോട് പ്രീതി തോന്നിയത് കൊണ്ടാ ഇന്ന് ഞാൻ ആയിരിക്കുന്ന ആ പദവിയില്, ആ നിലവാരത്തില്, എന്റെ കുടുംബക്കാരുടെ നടുവില്, എന്റെ പ്രിയപ്പെട്ടവരുടെ നടുവില് ഞാനും എന്റെ കുടുംബവും മാനിക്കപ്പെട്ടതിന്റെ കാരണം ദൈവത്തിന് എന്നോട് പ്രീതി തോന്നിയത് കൊണ്ട്. ആർക്കൊക്കെ പ്രീതി തോന്നിയാലും അതുകൊണ്ടൊരു കാര്യമില്ലാതിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മോട് പ്രീതി തോന്നിയതാണ് എല്ലാ നന്മയ്ക്കും നിദാനമെന്ന് പറയുന്നത്, അടിത്തറ എന്ന് പറയുന്ന. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ ജനത്തിന്റെ അനുഭവങ്ങൾ നാം പഠിച്ചു നോക്കിയാൽ ഒരുപാട് യുദ്ധങ്ങൾ അവർ കണ്ടിട്ടുണ്ട്, ഒരുപാട് യുദ്ധങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ അവർ പ്രാപിച്ചതായ വിടുതലിനൊക്കെ കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന് അവരോട് പ്രീതി തോന്നിയത് കൊണ്ടാ. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഇസ്രായേലിന്റേതായ അനുഗ്രഹങ്ങൾക്ക് കാരണം അവരുടെ പിതാക്കന്മാരെ ദൈവം തിരഞ്ഞെടുത്ത് അവരെ ദൈവം വിളിച്ചു വേർതിരിച്ച് അവരോട് പ്രീതി തോന്നിയത് കൊണ്ടാ. ദൈവത്തിന് സ്തോത്രം. അതിനെക്കുറിച്ച് വചനം പറയുന്ന ചില വേദഭാഗങ്ങൾ ഞാൻ ദൈവമക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ആവർത്തന പുസ്തകം 10-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈ പിതാക്കന്മാരോട് ദൈവം എങ്ങനെ കരുണ തോന്നി എന്നുള്ളത് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നമുക്ക് വായിക്കാം. നിന്റെ പിതാക്കന്മാരോട് മാത്രം യഹോവയ്ക്ക് പ്രീതി തോന്നി. ശ്രദ്ധിക്കണമേ, നിർത്തി വായിക്കണം. നിന്റെ പിതാക്കന്മാരോട് മാത്രം. ആ ചരിത്രഭാഗം നാം പുറകിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ വംശത്തിന്റെ, വലിയ ജനതയുടെ തുടക്കം കുറിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യനാണ് അബ്രഹാം. അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുക്കുമ്പോൾ അവന്റെ ആദ്യത്തെ പേര് അബ്രാം എന്നുള്ളതാണ്. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കുന്നത് കൊണ്ട് ഇനിയും നിന്റെ പേര് അബ്രാം എന്നല്ല, ഇനി മുതൽ അബ്രഹാം എന്നായിരിക്കണമെന്ന് ദൈവം ഓർപ്പിക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. കൽദേറുടെ പട്ടണമായ ഊരിൽ വിഗ്രഹങ്ങളെ സേവിച്ച് അതിനെ വാർത്തുണ്ടാക്കി അതിനെ ആരാധിച്ചു കൊണ്ടിരുന്ന വംശ പാരമ്പര്യത്തിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് അബ്രഹാം. അല്ലെ, യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് ശ്രദ്ധിക്കുവാൻ കഴിയുന്നു. എടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചാട്ടെ. 24-ന്റെ 2 മുതലുള്ള വാക്യം. നദിക്ക് അക്കരെ പാർത്ത് മതി അന്യ ദൈവങ്ങളെ സേവിച്ചു പോകുന്നു. ആ കാലയളവിൽ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ പിതാക്കന്മാരോട് മാത്രം ദൈവത്തിന് എന്ത് ചെയ്തു? പ്രീതി തോന്നി. ദൈവത്തിന് സ്തോത്രം. ആ പ്രീതി തോന്നാനുള്ളതായ കാരണം അവന്റെ യോഗ്യതകളുടെ അടിസ്ഥാനത്തിലല്ല, ദൈവത്തിന് അവനോട് ഇഷ്ടം തോന്നി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു തലമുറ കർത്താവിനെ സേവിപ്പാനായിട്ട് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചല്ല അബ്രഹാമിനെ തിരഞ്ഞെടുത്തത്. ആ തിരഞ്ഞെടുപ്പ് അബ്രഹാമിലേക്ക് വരുമ്പോൾ അബ്രഹാം തലമുറയില്ലാത്തവനാണ്. ലോകത്തിൽ ഒരുപക്ഷെ അവൻ ബഹുസമ്പന്നനാണ്. ലോകത്തിൽ ചില സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ ഉണ്ട്. അവന്റെ കുലമോ അവന്റെ കുടുംബമോ അവന്റെ ജീവിതത്തിന്റെ യാതൊരു പ്രത്യേകതകളും കണ്ടുകൊണ്ടല്ല ദൈവം തിരഞ്ഞെടുത്തത്. ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ പിതാക്കന്മാരോട് മാത്രം ദൈവത്തിന് കരുണ തോന്നി. ഇന്ന് പകൽ അബ്രഹാമിനെ തിരഞ്ഞെടുത്തതുപോലെ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, ഒരുപക്ഷെ ലോകത്തിലെ മാന്യത നോക്കിയാൽ നമ്മേക്കാൾ ഉത്തമന്മാരെന്ന് ലോകം സമ്മതിക്കുന്ന പലരും നമ്മുടെ കുടുംബത്തിലും കുലത്തിലും ഉള്ളപ്പോൾ അവരെ ആരെയും തിരഞ്ഞെടുക്കാതെ നമ്മെ മാത്രം തിരഞ്ഞെടുക്കുവാൻ കർത്താവ് കാണിച്ച സ്നേഹത്തെ ഓർത്ത് എത്ര ദൈവമക്കൾക്ക് ദൈവത്തിന് സ്തോത്രമർപ്പിക്കാൻ കഴിയും. എന്നെ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ കരുണ എത്ര വലിയതാണ്.
പഠിപ്പുള്ളവർ അനേകരുണ്ടായിരിക്കെ, പ്രാപ്തിയുള്ളവർ അനേകരുണ്ടായിരിക്കെ, ലോകം മാനിക്കുന്നവർ, ഒന്നുകൂടെ പറഞ്ഞാൽ ലോകം ആദരിക്കുന്ന പലരും ഉണ്ടായിരിക്കെ, അവരെ ആരെയും തിരഞ്ഞെടുക്കാതെ നമ്മോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് പ്രീതി തോന്നിയത് കൊണ്ട് ആ ദേശത്ത് നിന്ന് നമ്മെ തിരഞ്ഞെടുത്ത ദൈവകൃപ എത്ര വലിയതാ! ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിൽ അഭിമാനം കൊള്ളുന്നവരായിരിക്കണം ഞാനും നിങ്ങളും. ഹല്ലേലൂയ. പാരമ്പര്യമുള്ളവർ, പ്രാപ്തിയുള്ളവർ, സമൂഹത്തിൽ ഉന്നതന്മാരായിരിക്കുന്ന പലരും ഉണ്ടായിരിക്കെ, അവരും ഈ അനുഭവത്തിലേക്ക് ഒന്ന് കടന്നു വരാനായിട്ട് ആഗ്രഹിച്ചിട്ടും കഴിയാതിരിക്കുമ്പോൾ, ജീവിതത്തിൻ്റെതായ ഓരോ സമയങ്ങളിൽ ആ കാൽവറിയുടെ സ്നേഹം നമ്മെ തേടി വന്ന് ഈ കൃപയ്ക്ക് കൂട്ടവകാശികളാക്കുവാൻ ദൈവത്തിൻ്റെതായ കരം നമ്മെ തേടി വന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നവരാകട്ടെ ദൈവമക്കൾ. ദൈവത്തിന് സ്തോത്രം. കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം അർപ്പിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നിന്റെ പിതാക്കന്മാരോട് മാത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്റെ പിതാക്കന്മാരോട് മാത്രം ദൈവത്തിന് ഹല്ലേലൂയ പ്രീതി തോന്നി. അതുകൊണ്ട് ആ പിതാക്കന്മാരോട് പ്രീതി തോന്നി, പിതാക്കന്മാരെ തെരഞ്ഞെടുത്തത് കൊണ്ട് ഇന്ന് അനുഭവിക്കുന്ന നന്മകൾക്ക് നമ്മെയും ദൈവം യോഗ്യരാക്കി. ആ വാക്യം വീണ്ടും വായിച്ചാട്ട്, 10:15 വാക്യം. അവരെ സ്നേഹിച്ചു. അല്ലേലും ഇന്നുള്ളതുപോലെ സകല ജാതികളിൽ വെച്ച് നിങ്ങളെ തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചിന്താവിഷയം മറക്കരുത്. അവന് നിങ്ങളോട് പ്രീതി ഉണ്ടായിരുന്നു. ദൈവത്തിന് പ്രീതി ഉള്ളത് കൊണ്ട് നമുക്കുണ്ടായ നേട്ടങ്ങളാണ് നമ്മൾ ഇനിയും ചിന്തിക്കാൻ പോകുന്നത്. പ്രീതിയുള്ളത് കൊണ്ട് അവിടെ നമ്മൾ വായിച്ചു, അവൻ നിങ്ങളെ സ്നേഹിച്ചു. ഇന്നുള്ള സകല ജാതികളിലും വെച്ച് അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ആവർത്തന പുസ്തകം തന്നെ 7-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം കൂടെ നമുക്ക് വീണ്ടും വായിക്കാം. 7-ാമത്തെ വാക്യം. നിങ്ങൾ ഒന്നുകൂടെ അവരുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുക. സംഖ്യയിൽ ഒരു പെരുപ്പം കണ്ടുകൊണ്ടല്ല ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത്. നിങ്ങൾ സംഖ്യയിൽ അടുത്തത് അടുത്തത് നിങ്ങൾ സകല ജാതികളെക്കാളും നിങ്ങൾ കുറഞ്ഞവരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആള് കണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൻ്റെതായ പെരുപ്പം കണ്ടോ അല്ല കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. നിങ്ങളൊരു ചെറിയ കൂട്ടമായിരുന്നെങ്കിലും നിങ്ങളോട് ദൈവത്തിനൊരു പ്രത്യേക പരിഗണന തോന്നുവാനുള്ള കാരണം, ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കാൻ കാരണം, ദൈവത്തിന് സ്തോത്രം, അവന് പ്രീതി തോന്നി എന്നുള്ളതാണ്. മാത്രമല്ല, അതിന്റെ അടുത്ത വാക്യം കൂടെ വായിച്ചേ, 8-ാമത്തെ വാക്യം. ദൈവമക്കളെ, ഹല്ലേലൂയ, തെരഞ്ഞെടുത്തതിന്റെ 2-ാമത്തെ കാരണം, പ്രീതി തോന്നിയതിന്റെ 2-ാമത്തെ കാരണം, പിതാക്കന്മാരോട് ദൈവം ചെയ്ത ചില സത്യമുണ്ട്. പിതാക്കന്മാരോട് ദൈവം പറഞ്ഞ ചില സത്യങ്ങളുടെ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരേണ്ടതിനാണ് ദൈവം നിങ്ങളെയും തിരഞ്ഞെടുത്തത്. നിങ്ങളുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്ത ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തതിന്റെ കാരണം അവരെ സ്നേഹിച്ചത് കൊണ്ട് മാത്രമല്ല, അവരോട് ദൈവം ഉടമ്പടി ചെയ്തു, അവരോട് ദൈവം സത്യം ചെയ്തു, അവരോട് ദൈവം സഖ്യത ചെയ്തു. അതിന് വിഘ്നം വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ട് അവരുടെ തലമുറയായ നിങ്ങളെയും ഈ കൃപയിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ ഇടയായി. ആ ദൈവത്തിന്റെ വിശ്വസ്തതകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരണം ദൈവമക്കൾ. ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം ദൈവമക്കൾ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. അങ്ങനെ ദൈവം നമ്മളെ ഈ പദവിയിലേക്ക് കൊണ്ടുവന്നു. അവന് നമ്മളോട് പ്രീതി തോന്നി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പ്രീതി തോന്നിയത് കൊണ്ട് നമുക്ക് എന്താ നേട്ടങ്ങൾ ഉണ്ടായത്? അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. അതിന്റെ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 8-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ആദ്യമായി വായിക്കാം. അതിനുശേഷം 17-ാമത്തെ വാക്യം. ഇനി അതിന്റെ 17-ാമത്തെ വാക്യം. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം നിന്നെ തെരഞ്ഞെടുത്ത് ഈ സമ്പത്തൊക്കെ ഉണ്ടാക്കാൻ നിനക്ക് ദൈവം എന്ത് ചെയ്തു? ശക്തി
ശക്തി തന്നു. എന്നാൽ ആ ദൈവത്തെ മറന്ന് പറയാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട്. എന്റെ കരങ്ങൾ കൊണ്ടാണ് ഞാൻ ഇത് നേടിയത്, എന്റെ കഴിവ് കൊണ്ടാണ് ഈ സമ്പത്തൊക്കെ ഉണ്ടാക്കിയത് എന്ന് നീ പറയാതിരിപ്പാൻ സൂക്ഷിക്കണം. വല്ലതും നേടിയിട്ടുണ്ടെങ്കിൽ, വല്ലതും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, വല്ലതും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവ പൈതലേ, അത് അനുഭവിപ്പാൻ, അത് ഉണ്ടാക്കുവാൻ, അത് നേടുവാൻ എന്റെ ദൈവമാ നിനക്ക് കഴിവ് തന്നത്, എന്റെ ദൈവമാ നിനക്ക് ശക്തി പകർന്നത്, അതിനുള്ളതായ ശേഷി തന്ന്, അതിനുള്ള വഴി തുറന്ന് നിന്നെ മാനിച്ചത് ദൈവമാണ്. അങ്ങനെയെങ്കിൽ ദൈവം അനുവദിച്ചിട്ട് ലഭിക്കുന്ന നന്മ അതേറി വരാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു 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 പോകും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാരി വിതറിയാലും വാരി വാരി കൊടുത്താലും അത് ഏറി വരണമെങ്കിൽ, അത് ദൈവം കനിഞ്ഞുള്ളതാണെങ്കിൽ, ദൈവം അനുവദിച്ചുള്ളതാണെങ്കിൽ അത് വീണ്ടും ഹല്ലേലൂയ ഉന്നതിയിലേക്ക് എത്തുവാനിടയാകും. ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുന്നു, ദൈവത്തിന് നിന്നോട് പ്രീതി തോന്നിയത് കൊണ്ട് സമ്പത്തുണ്ടാക്കുവാൻ ദൈവം നിനക്ക് ശക്തി തന്നു. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമുക്ക് ലഭിച്ചതായ കഴിവും നമുക്ക് ലഭിച്ചതായ പ്രാപ്തിയും ഒക്കെ ദൈവത്തിന്റെ ദാനമാണെന്നും ദൈവത്തിന്റെ കൃപയാണെന്നും ഓർത്ത് നമ്മുടെ കരങ്ങൾ കൊണ്ടായിരിക്കുക നാം അത് ചെയ്യുന്നത്. നമ്മുടെ ബുദ്ധി വൈഭവമായിരിക്കാം അതിന് കാരണമായി തീരുന്നത്. എന്നാൽ എത്രയോ ശ്രേഷ്ഠന്മാരും ഉന്നതന്മാര് അല്ല പ്രാപിച്ചത് പലതും ഉപയോഗിപ്പാൻ കഴിയാതെ ആയിരിക്കുമ്പോൾ അതിനുള്ള ശേഷി തന്ന് ഉന്നതങ്ങളിൽ നമ്മെ കൊണ്ടെത്തിക്കുകയും ഈ ഭൂമിയിൽ നമ്മെ നിലനിർത്തുകയും ചെയ്യുന്ന ആ ദൈവത്തിന്റെ വിശ്വസ്തതകളെ മറന്നുപോകരുത്. ദൈവത്തിന് മഹത്വം കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവമാണ് എനിക്ക് കഴിവ് തന്നത്, അതിനുള്ള ബലം തന്നത് ദൈവമാണ്, അതിനുള്ള ആരോഗ്യം തന്നത് ദൈവമാണ്. ആ ദൈവത്തെ നീ മറക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിന് നിന്നോട് പ്രീതി തോന്നുമ്പോൾ തിരിച്ചു ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവമാണ് ആ ദൈവത്തെ നമ്മൾ മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിനെതിരെ ഒരു വാക്ക് സംസാരിപ്പാൻ ഒരിക്കൽ പോലും ഇടയാകാതിരിപ്പാൻ നമ്മൾ വളരെ സൂക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ധാരാളം ദൈവം നമുക്ക് നന്മകളൊക്കെ തന്ന് ഈ ഭൂമിയിൽ നാം മാനിക്കപ്പെടുമ്പോൾ ദൈവത്തെ മറക്കുന്ന ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവർക്ക് പിന്നെ ദൈവത്തെ വേണ്ട, ദൈവത്തെ വിളിക്കാൻ സമയമില്ല, ദൈവസന്നിധിയിൽ പോകാൻ സമയമില്ല, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ സമയമില്ല, ഉപവസിക്കാൻ സമയമില്ല. ജീവിതത്തിന്റെ തിരക്കുകളുടേതായ ആ അനുഭവത്തിലൂടെ ഒഴുകി നടക്കുന്ന ഒത്തിരി ആളുകളെ നമുക്ക് കാണാനായി കഴിയും. എന്നാൽ പ്രാപിച്ചതായ ശുഭകാലം എന്നേക്കും നിലനിൽക്കണമെങ്കിൽ വിശ്വസ്തയോട് പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കുവാൻ ഏതൊരു വ്യക്തി തയ്യാറായിട്ടുണ്ടോ അവരെയൊക്കെ ദൈവം മാനിച്ചിട്ടുണ്ട്, അവരെയൊക്കെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്നുകൂടെ ആശ്രയിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പിതാക്കന്മാരോട് ദൈവത്തിന് പ്രീതി തോന്നി. ആ പിതാക്കന്മാരോട് പ്രീതി തോന്നിയത് കൊണ്ട് നമുക്ക് ഉണ്ടായ നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഹല്ലേലൂയ, ദൈവം നമ്മെ മാനിപ്പാനിടയായി സമ്പത്തുണ്ടാക്കുവാനുള്ള ശക്തി തന്നു. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. വീണ്ടും നാം വായിച്ചു വരുമ്പോൾ ദൈവവചനത്തിൽ കാണുന്നു. അല്ലെ ആവർത്തന പുസ്തകത്തിലേക്ക് വരാം. അല്ലെ ആവർത്തന പുസ്തകം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. രക്ഷപ്പെട്ടു പോരുവാൻ കഴിയാത്ത, വിടുതൽ പ്രാപിപ്പാൻ കഴിയാത്ത ഒരു വലിയ ബലിഷ്ഠമായ കരങ്ങൾക്കുള്ളിൽ കുരുങ്ങിക്കിടന്നപ്പോൾ ആ ദൈവത്തിന്റെ സത്യമാ നമ്മളെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത്. ആ രോഗത്തിൻ്റെതായ കരങ്ങളിൽ നാം കുടുങ്ങിക്കിടന്നപ്പോൾ, നിന്നയുടെ അനുഭവത്തിൽ നാം ആയിരുന്നപ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നിന്നൊന്ന് പുറത്തു വരുവാൻ ഒരു സ്വസ്ഥതയുടെ നാളിനു വേണ്ടി നാം ഒത്തിരി ആഗ്രഹിച്ചു. ഈ പാരമ്പര്യത്തിന്റെ കുടുക്കിൽ നിന്ന്, ഈ അനുഭവത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കുമെന്ന്, ഈ വേദനയിൽ നിന്ന്, ഈ ദുഷ്ടത നിറഞ്ഞതായ അന്തരീക്ഷത്തിൽ നിന്ന്, ഒരു സ്വാതന്ത്ര്യമില്ലാത്ത അനുഭവത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഓർത്ത് നമ്മളൊക്കെ ഭാരപ്പെട്ട വേളയിൽ ഇവിടെ ഇസ്രായേൽ ജനത്തോട് പറയുന്നു, ആ ബലിഷ്ഠമായ കരങ്ങളിൽ നിന്ന് നിങ്ങളെ പുറപ്പെടുവിച്ച്, നിങ്ങളെ വിടുവിച്ച്, ആ അടിമ വീട്ടിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്നത് സ്വർഗത്തിലെ ദൈവമാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, പ്രീതി ദൈവത്തിന് തോന്നിയത് കൊണ്ട് ഒരു വിടുതൽ നമുക്ക് അനുഭവിപ്പാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഇന്നും അനേകർക്ക് ആ വിടുതൽ അനുഭവിപ്പാൻ കഴിയാതെ ആയിരിക്കുമ്പോൾ നാം അനുഭവിച്ച വിടുതലുകൾ
ഓർത്ത്, അത് ശാരീരികമാണെങ്കിലും അത് മാനസികമാണെങ്കിലും നിന്ദപരമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്നാണെങ്കിലും അല്ല നാം അനുഭവിച്ച വിടുതലോർത്ത് നാം ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നവരായിരിക്കണം. അല്ലെങ്കിൽ ഒരു പക്ഷേ ആ ദൈവവിളിയോട് പ്രതികരിക്കാതിരുന്ന ഒരവസ്ഥയാണ് ജീവിതത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നും ഒരു പക്ഷേ അന്ധകാരത്തിലായിരുന്നേനെ, ഇന്നും ആ അനുഭവത്തിൽ തന്നെ നമ്മുടെ ജീവിതം കഴിച്ചുകൂട്ടുവാൻ ഇടയായി തീർന്നേനെ. എന്നാൽ അതിൽ നിന്നൊക്കെ ദൈവം നമ്മെ വിടുവിച്ച് ഈ കൃപയിലേക്കും ഈ സന്തോഷത്തിലേക്ക് കൊണ്ടുവന്നതോർത്ത് നാം ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. അതുമാത്രമല്ല, നാം വീണ്ടും യോശുവയുടെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് 24-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ചില വാക്യങ്ങളുടെ വായിക്കാം. അതിന്റെ 11 മുതലുള്ള വേറെ ഭാഗം, 24-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങളിലൂടെ നമുക്ക് വായിക്കാം. ഒരു നിമിഷം ശ്രദ്ധിക്കണമേ. ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾക്ക് എതിരെ നിന്ന, നിങ്ങൾ പ്രാപിക്കേണ്ട നന്മ പ്രാപിക്കാൻ കഴിയാതിരുന്ന ആ സ്ഥാനത്ത് നിങ്ങളുടെ ശത്രുക്കളെ ഞാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു. ദൈവത്തിന് പ്രീതി ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നാം ആയിട്ടൊന്നും ചെയ്യാൻ പോകണ്ട. ദൈവത്തിന് പ്രീതി ഉണ്ടെങ്കിൽ അവകാശം പ്രാപിക്കേണ്ട സമയമാകുമ്പോൾ അതിനെതിരായി നിൽക്കുന്നതിനെയൊക്കെ മാറ്റി ദൈവം നമ്മെ നമ്മുടെ അവകാശത്തിൽ കൊണ്ടെത്തിക്കുന്നവനാ. ദൈവവൈതലേ, ദൈവത്തിന് പ്രീതിയുള്ളതാണ്. ഹല്ലേലൂയ. പലതും നേടാൻ കാരണമായിരുന്നത്, പലതും പ്രാപിപ്പാൻ കാരണമായിരുന്നത് ശത്രു അവകാശം വെച്ചിരുന്നതായ വാഗ്ദത്ത കനാൻ ഈ ജനം പ്രാപിച്ചത്, ഈ ജനം നേടിയത് ദൈവം അവരുടെ ശത്രുക്കളെ അവരുടെ കീഴടക്കിയത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അതാണ് നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ വായിച്ചത്. വാളുകൊണ്ടല്ല നിങ്ങൾ യുദ്ധം നേടിയത്, യുദ്ധം ചെയ്തിട്ടല്ല നിങ്ങൾ ജയം നേടിയത്. അല്ലെ, ദൈവത്തിന് പ്രീതി ഉണ്ടായിരുന്നു. വാളിൻ്റെതായ ഒരാവശ്യമില്ലാതെ, യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലാതെ പഴയ നിയമഭാഗത്ത് കാണുന്നല്ലോ, ഈ പടയിൽ പൊരുതേണ്ട ആവശ്യമില്ല. കാരണം ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിന്റെ എതിരാളികളോട്, നിന്നെ എതിർക്കുന്നവരോട്, നിന്റെ നന്മകളെ വിട്ടുതരാതിരിക്കുന്ന അനുഭവങ്ങളോട് ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അത് യോർദാന്റെ അനുഭവത്തിലാണെങ്കിലും, അത് അമാലേക്കരോടുള്ള ബന്ധത്തിലാണെങ്കിലും, അത് ഫെലിസ്തരോടുള്ള ബന്ധത്തിലാണെങ്കിലും, അത് മിദ്യാന്യരോടുള്ള ബന്ധത്തിലും കിഴക്കേ ദേശക്കാരോടുള്ള ബന്ധത്തിലും നിനക്കെതിരെ വരുന്ന ഏതെല്ലാം ശത്രുവുണ്ടോ അതിനെ നിന്റെ കാൽ കീഴാക്കുവാൻ, അതിനെ നിന്റെ മുമ്പിൽ നിന്നും മാറ്റി അതിന്റെ നടുവിലൊരു വിടുതൽ തരാൻ കാരണമായത് ഇന്ന് പകൽ വചനം പറയുന്നു, ദൈവത്തിന് നിന്നോട് പ്രീതിയുള്ളത് കൊണ്ട്. ഇന്നും ദൈവവൈതലേ, പ്രാർത്ഥിച്ചിട്ടും കരഞ്ഞിട്ടും ഉപവസിച്ചിട്ടും ഒരു പക്ഷേ ചിലതിന് മാറ്റം വരുന്നില്ലല്ലോ എന്നോർത്ത് മനസ്സ് വേദനിക്കുമ്പോൾ, ചില ഇടങ്ങളിൽ സ്വസ്ഥതയില്ലല്ലോ എന്നോർത്ത്, ചില വിഷയങ്ങളിൽ ഭാരം അനുഭവിക്കുന്നല്ലോ എന്നോർത്ത് വേദനിക്കുന്ന ആരെങ്കിലും ഈ വചനം ശ്രദ്ധിക്കുന്നെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന്റെ പ്രീതി നിന്റെ മേലുണ്ടെങ്കിൽ ആ വിഷയത്തിൽ ദൈവം നിനക്കൊരു വിടുതൽ തരാനിടയായിത്തീരും. നിന്റെ ഭാരങ്ങളുടെ നടുവിലോ നിന്റെ പ്രയാസങ്ങളുടെ നടുവിലോ ഒരാശ്വാസം തന്ന് നിന്നെ അവിടെ ഉറപ്പിക്കാനിടയാകും. ദൈവം നിന്നെ അവിടെ മാനിക്കാനായിട്ടിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ശ്രേഷ്ഠരായിരിക്കുന്ന 7 പരം ജാതികളെ നീക്കിയിട്ട് അവരെ ദൈവം തോൽപ്പിച്ച്, അവരെ ഓടിച്ച്, അവരെ അവിടുന്ന് നിർമൂലമാക്കി അവരുടെ ദേശം തന്റെ ജനത്തിന് അവകാശമായി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും അതിന്റെ താഴേക്ക് വായിക്കുമ്പോൾ മറ്റൊന്ന് രണ്ട് സംഭവങ്ങളിലൂടെ കാണാൻ കഴിയുന്നു. വായിക്കാം. അടുത്തത്, നിന്റെ വാളുകൊണ്ടല്ല, നിന്റെ വില്ലുകൊണ്ടല്ല, നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത, തുടർന്ന് വരുന്ന ഭാഗം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, നീ അർഹിക്കാത്ത നന്മ ദൈവം നിനക്ക് തന്നു. വായിച്ചേ, നീ പ്രയത്നം ചെയ്യാത്ത ദേശം എന്ന് പറഞ്ഞാൽ നീ വെട്ടിയെടുക്കേണ്ട ആവശ്യം വന്നില്ല. മാനുഷികമായി വാസയോഗ്യമാക്കേണ്ടതായ ഒരനുഭവത്തിനു വേണ്ടി നിന്റെ പ്രയത്നം അനിവാര്യമായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അർഹിക്കാത്തതായ ഒരനുഭവത്തിലേക്ക് ദൈവം നിന്നെ നടത്തി. ദൈവത്തിന് സ്തോത്രം. നിന്റെ കൈ കൊണ്ട് പൊരുതേണ്ട ആവശ്യമില്ലാത്ത, നിന്റെ കൈയുടെ അധ്വാനം കൊണ്ട് അതൊന്ന് വെട്ടിപ്പിടിച്ച് അതൊന്ന് സ്വായത്തമാക്കി അത് വാസയോഗ്യമായ ഒരു നിലവാരത്തിലേക്ക് മാറ്റുവാൻ ആവശ്യമില്ലാത്ത നിലയിൽ ദൈവം അത് മാനിച്ചു. വീണ്ടും വായിച്ച്, നിന്റെ പ്രയത്നം കൊണ്ട് പണിയാത്ത പട്ടണങ്ങൾ, അർഹിക്കാത്തതായ
നന്മകൾ ദൈവം നമുക്ക് തന്നു. ദൈവത്തിന് പ്രീതിയുള്ളത് കൊണ്ട് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മറ്റൊരുത്തൻ പണിതത് ദൈവം നിനക്ക് പതിച്ചു തന്നു. മറ്റൊരുത്തൻ ഹല്ലേലൂയ വാസയോഗ്യമാക്കിയത് ദൈവം നിന്റെ പേരിൽ തന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വിശ്വസ്ത എത്ര വലിയതാ. ദൈവത്തിന് നിന്നോട് പ്രീതി തോന്നിയത് കൊണ്ട് ഹല്ലേലൂയ. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഭയിലെ ഒരാൾ ഒരു അനുഭവം പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. പാർത്തതായ ഭവനത്തിന് തൊട്ടു മുമ്പുള്ളതായ ഭൂമി മറ്റൊരാള് ഹല്ലേലൂയ വാങ്ങുവാൻ തുടങ്ങിയപ്പോൾ ഇവര് ചോദിച്ചു, പക്ഷേ നൽകിയില്ല. എന്നാൽ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, വർഷങ്ങൾ ചിലത് കഴിഞ്ഞ ശേഷം ദൈവം എന്റെ കരത്തിൽ അത് മടക്കി തന്നു. ഹല്ലേലൂയ. കാശ് കൊടുത്തെന്നുള്ളത് ശരിയാ, പക്ഷേ ദൈവത്തിന്റെ വിശ്വസ്തത നിന്നോടുള്ളത് അത് ഇന്നും തീർന്നു പോയിട്ടില്ല. ദൈവവൈതലേ, നിന്നെ മാനിക്കുന്നവനാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നിന്റെ പ്രയത്നം ചെയ്യാൻ ആവശ്യമില്ലാത്ത നിലകളില് ഹല്ലേലൂയ പാകമായ നിലയില് പക്വമായ നിലയില് അതെല്ലാം ക്രമീകരിച്ച് ദൈവം നിനക്ക് തരുമ്പോൾ ഓർത്തുകൊള്ളേണം, അർഹിക്കാത്ത നന്മ ദൈവം എനിക്ക് തന്നു. അതിന്റെ തൊട്ടടുത്ത ഭാഗം കൂടെ വായിച്ചു. അടുത്ത ഭാഗം, ഹല്ലേലൂയ. നീ അധ്വാനിക്കാത്തത്, നീ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് അനുഭവമായിരിക്കുന്നു. ദൈവമക്കളെ, നിന്റെ അധ്വാനം കൊണ്ട് ആവശ്യമില്ലാതിരുന്ന നീ അധ്വാനിച്ച് അല്ലെങ്കിൽ ഉഴുതുമറിച്ച് അതിന്റെ തയ്യോ വിത്തോ വെച്ച് അത് പാകമാകുന്നത് വരെ അത് നോക്കിയിരുന്ന് അതിനെ വളർത്തിക്കൊണ്ട് എന്തെങ്കിലും നേടുന്നതിലല്ല. അല്ലെങ്കിൽ നിന്റെ അധ്വാനം കൊണ്ട് ആവശ്യമില്ലാത്ത നിലകളിൽ നീ അധ്വാനിക്കാത്ത മുന്തിരി തോട്ടങ്ങൾ, നീ അധ്വാനിക്കാത്ത ഒലിവ് തോട്ടങ്ങൾ നീ ആഗ്രഹിച്ചത് ദൈവം നിനക്ക് നൽകാനിടയായി. ദൈവത്തിന് പ്രീതി ഉണ്ടെങ്കിൽ ദൈവം ഹല്ലേലൂയ പാകമായത് പക്വമായത് ദൈവം നിനക്ക് വേണ്ടി കൽപ്പിച്ചു തരാൻ. ഹല്ലേലൂയ. തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഒരുത്തൻ വീട് പണിയുന്നു. ദൈവം ദുഷ്ടനെ കൊണ്ട്, അതിന്റെ ചരിത്രഭാഗം പറയുന്നത്, ദൈവം ദുഷ്ടനെ കൊണ്ട് വീട് പണിയുന്നു. ഹല്ലേലൂയ. എന്നാൽ അവൻ അതിൽ എന്ത് ചെയ്യുന്നില്ല? പാർക്കുന്നില്ല. ഹല്ലേലൂയ. ആർക്കു വേണ്ടിയാ പണിയുന്നതെന്നറിയാമോ? നീതിമാന് വേണ്ടി അവനെ കൊണ്ട് പണിയിപ്പിക്കുകയാ. നീതിമാന് വേണ്ടി, ദൈവവൈതലിന് വേണ്ടി ദൈവം അവനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നീ പ്രാപിക്കേണ്ടതിന്, നീ നേടേണ്ടതിന് ദൈവം അത് അതാത് സമയങ്ങളിൽ അവിടവിടങ്ങളായി ഒരുക്കിയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലിയതാ. ഇതിനെല്ലാം കാരണം എന്താണെന്നറിയാമോ? കർത്താവിന് പ്രീതി തോന്നി. കർത്താവിന് പ്രീതി തോന്നി. ഇന്ന് പകൽക്കാലം ദൈവവൈതലേ, നീ ആയിരിക്കുന്ന ഭവനത്തിൽ പാർക്കുമ്പോ, നീ ആയിരിക്കുന്ന ദേശത്ത് നീ നിൽക്കുമ്പോ ഒരു കാലത്ത് നീ സ്വപ്നം കണ്ടതല്ല അവിടെ എത്തുമെന്ന്, അവിടെ വരുമെന്ന്, അങ്ങനെ ഒരു ഭവനം ചമയ്ക്കുമെന്ന്, ആ ഒരു നിലവാരത്തില് നീയും നിന്റെ തലമുറകളും എത്തുമെന്ന് ആരും പറഞ്ഞതല്ല. പക്ഷേ എന്റെ ദൈവത്തിന്റെ കരുണ എത്ര വലിയതാ എന്ന് പകൽ സന്തോഷത്തോടെ പറ. അതിന് ദൈവത്തിന് എന്നോട് പ്രീതി തോന്നി. എന്റെ കുടുംബത്തോട് ദൈവത്തിന് പ്രീതി തോന്നി. എന്നോട് ദൈവത്തിന് പ്രീതി തോന്നി. എന്റെ കണ്ണുനീരിന്റെ മുമ്പിലാണ് ദൈവം എന്നോട് മനസ്സലിഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഞാൻ ദൈവമക്കളോട് പറഞ്ഞ നിങ്ങളോട് സ്തോത്രം പറയാൻ പറയുമ്പോൾ ഹല്ലേലൂയ 1000 പ്രാവശ്യം സ്തോത്രം പറഞ്ഞാലും ദൈവസന്നിധിയിൽ എനിക്ക് ദൈവത്തോടുള്ള കടപ്പാട് തീരുകയില്ല. ഞാൻ ഈ ഹല്ലേലൂയ പുൽപിറ്റിന്റെ പുറകിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ, ഈ സഭയിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ, കാലങ്ങൾക്ക് മുമ്പ് ദൈവം എന്നെ തെരഞ്ഞെടുത്ത് ദൈവത്തിന് എന്നോട് പ്രീതി തോന്നിയതാണ് അതിന്റെ പിന്നിലെ കാരണമെന്ന് ഞാൻ പലപ്പോഴും ദൈവസന്നിധിയിൽ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റാറുണ്ട്. ഹല്ലേലൂയ. നീ അനുഭവിക്കുന്നത് എന്തും അത് ദൈവത്തിന് പ്രീതി തോന്നിയതിന്റെ തെളിവാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ സമപ്രായക്കാരെ ലോകത്തിലേക്ക് നോക്കി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എത്രയോ പേര് തകർന്നതായ ഒരു സാഹചര്യങ്ങളിലല്ലേ ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഭാര്യയും ഭർത്താവുമാണ് ഒരു കുടുംബത്തിൽ ജീവിക്കുന്നതെങ്കിലും പരസ്പരം കാണുവാനോ മിണ്ടുവാനോ കഴിയാതെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഹല്ലേലൂയ. രോഗത്തിന്റെ പിടിയിലും വേദനയിലും ദുഃഖങ്ങളിലുമായൊക്കെ കഴിച്ചുകൂട്ടുന്ന എത്രയോ ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. സ്വസ്ഥത എന്തെന്ന് ജീവിതത്തിൽ അറിഞ്ഞിട്ട് സമാധാനമായി കിടന്നുറങ്ങിയിട്ട് ഒരു നേരത്തെ ആഹാരമെങ്കിലും സമാധാനത്തോടെ വയറ് നിറച്ച് കഴിച്ചിട്ട് നാളുകൾ പലതായി എന്ന് പറയാൻ കഴിയുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ഈ ചുറ്റുപാടുകളിലൊക്കെയുണ്ട്, നമ്മുടെ ദേശത്തൊക്കെയുണ്ട്. എന്നാൽ അവരുടെയൊക്കെ ഇടയിൽ പാർക്കുന്ന
നാമും ഒരു വലിയ അനുഭവത്തിൽ എത്തിച്ചേരാൻ ലോകപ്രകാരം കഴിഞ്ഞില്ലെങ്കിലും ദൈവം നമുക്ക് അനുവദിച്ചു തന്നതായ നന്മയിൽ പദമൂന്നി നിൽക്കുമ്പോൾ ഇന്ന് പറ, ഇത്രയും സ്വസ്ഥത അനുഭവിപ്പാൻ ദൈവത്തിന് എന്നോട് കൃപ തോന്നിയതോ, അവൻ എന്നോട് പ്രീതി തോന്നിയത് കൊണ്ടാ. ദൈവത്തിന് സ്തോത്രം. എന്റെ മിടുക്കല്ലല്ലോ, എന്റെ കഴിവല്ല, എന്റെ ദൈവത്തിനോട് എന്നോട് പ്രീതി തോന്നി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് അതിനെക്കാട്ടിലൊക്കെ സന്തോഷം തോന്നിയ മറ്റൊരു വേറെ ഭാഗമുണ്ട്. നാം അവിടെയൊക്കെ വരികയാ. ഈ 24-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചത്, അല്ലെ, ശത്രുക്കളെ ദൈവം നിനക്ക് ഏൽപ്പിച്ചു തന്നു, നിന്നോട് പ്രീതിയുള്ളത് കൊണ്ടാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം കടന്തലിനെ അയച്ച് കനാന്യ രാജാക്കന്മാരെ നിന്റെ മുമ്പിൽ നിന്ന് എന്ത് ചെയ്തു? ഹല്ലേലൂയ. നീ ഒന്നും പ്രവർത്തിക്കേണ്ടി വന്നില്ല, നീ ശാസിക്കേണ്ടി വന്നില്ല, നീ ആയുധമെടുക്കേണ്ടി വന്നില്ല, നീ ഉറയിൽ കിടന്ന വാളെടുക്കേണ്ടി വന്നില്ല. അതിനെ ഓടിക്കാൻ ദൈവത്തിന് ചില പദ്ധതി ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ബാഗാവൃക്ഷങ്ങളുടെ അണികളിലൂടെ നടക്കുന്ന ഒച്ച കേൾപ്പിച്ച് ദൈവം സൈന്യത്തെ ഓടിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർ സ്തുതിച്ചു തുടങ്ങിയപ്പോൾ അവർക്കെതിരെ വരുന്ന ശത്രുവിനോട് പൊരുതുവാൻ ദൈവം പതിയിരിപ്പുകാരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എത്രയോ നിലകളിലാണ് തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്തിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഇതെല്ലാം ദൈവം ചെയ്തതിന്റെ കാരണം ദൈവത്തിന് നിന്നോട് പ്രീതിയുള്ളത് കൊണ്ടാണ്. അർഹിക്കാത്ത നന്മ ദൈവം നിനക്ക് തന്ന്, ഹല്ലേലൂയ, നീ ആഗ്രഹിക്കാത്ത ദേശത്ത്, നീ ആഗ്രഹിക്കാത്ത ഇടത്ത് ദൈവം നിന്നെ കൊണ്ടെത്തിച്ചു, നിന്നെ നിർത്തി, നിന്റെ തലമുറയെ കൊണ്ടെത്തിച്ചു. ഇതെല്ലാം ഓർക്കുമ്പോൾ ദൈവവൈതലേ ഒന്നേ പറയാവൂ, എന്റെ കർത്താവിന് എന്നോട് പ്രീതി തോന്നി. എന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല, എന്റെ സാമർഥ്യമല്ല, എന്റെ പ്രാപ്തി കൊണ്ട് ആരെയും ഒന്നുമാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ എന്റെ പ്രാപ്തിക്കും മീതെ, എന്റെ അപ്രാപ്തിക്ക് അപ്പുറത്തായിട്ട് പ്രാപ്തിയുള്ള ദൈവത്തിന്റെ ഒരു കരം, ഹല്ലേലൂയ, എന്നോട് കൂടെയുണ്ടായിരുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അധ്വാനിക്കാത്ത ദൈവം എനിക്ക് തന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം കൂടെ അല്ലെങ്കിൽ വേഗത്തിൽ നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. യെശയ്യാവ് 63:12. എന്നെ വളരെ രാവിലെ പിടിച്ചു നിർത്തി ചിന്തിച്ച ഒരു വചനമാത്. തന്റെ മഹത്വമുള്ള ഭുജം വായിച്ചാട്ടെ മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി. ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും അവർ ഇടറാതെ വണ്ണം മരുഭൂമിയിൽ ഒരു കുതിരയെ പോലെ അവരെ ആഴികൾ കൂടി നടത്തുകയും ചെയ്തു. അതിന്റെ ആരംഭ വചനം മറക്കരുത്. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കലെത്തി. മോശേ, നീ കൈ നീട്ടിയപ്പോ, ഹല്ലേലൂയ, നിന്റെ ബലഹീനമായ ആ കരത്തോട് ചേർന്ന് എന്റെ മഹത്വമുള്ള ഭുജം നിന്റെ വലങ്കൈക്കലെത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പാറയെ അടിച്ചപ്പോൾ, ഹല്ലേലൂയ, നിന്റെ കരമായി ഇസ്രായേൽ ജനം കണ്ടത്. പക്ഷേ എന്റെ മഹത്വമുള്ള ഭുജം അതിന്റെ മീതെ, അതിന്റെ ഹല്ലേലൂയ കീഴെ ആ ഭുജം നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് അത്ഭുതങ്ങൾ നീ പലതും കണ്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവവൈതലേ, ആ മോശയുടെ ബലഹീനമായ കരങ്ങൾക്ക് മീതെ ആ കരം, ഹല്ലേലൂയ, ബലപ്പെടുത്തിയ ഒരു ഭുജമുണ്ട്. ആ ബലഹീനമായ കരം തളരാതെ അതിനെ താങ്ങിയ ഒരു ഭുജമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അമാലേക്യരോടുള്ളതായ യുദ്ധത്തിൽ മോശയുടെ കൈ ഉയർത്തിപ്പിടിക്കുവാൻ അവന്റേതായ കൂട്ടുദാസന്മാരായ ഹല്ലേലൂയ പ്രിയപ്പെട്ടവർ അതിനുവേണ്ടി പരിശ്രമിച്ചെങ്കിൽ അവരുടെ കരമൊക്കെ താങ്ങിയത് കൊണ്ടാണ് ഈ യുദ്ധം ജയിച്ചതെന്ന് അവർ പറയും. പക്ഷേ ഈ വചനം പറയുന്നത് ബലമുള്ള ഒരു ഭുജം, മഹത്വമുള്ള ഒരു ഭുജം അവനോട് കൂടെ. ദൈവത്തിന് സ്തോത്രം. ആര് താങ്ങിയാലും ദൈവവൈതലേ നിനക്ക് തളർച്ചയുണ്ടാകും. എന്നാൽ എന്റെ കർത്താവ് താങ്ങുന്നില്ലെങ്കിൽ, എന്റെ കർത്താവ് നിന്നെ ബലപ്പെടുത്തുന്നില്ലെങ്കിൽ നിനക്ക് നിലനിൽപ്പാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു പാസ്റ്ററെ കൊണ്ട് താങ്ങാൻ പറ്റുകയില്ല, ഒരു ഹല്ലേലൂയ വിശ്വാസിയെ കൊണ്ട് താങ്ങാൻ പറ്റുകയില്ല, ലോകത്തിൽ ഒരു മനുഷ്യനെ കൊണ്ടും നിന്റെ ജീവിതത്തിന്റെ ഏത് ഭാരങ്ങളിലും താങ്ങാൻ കഴിയുകയില്ല. എന്നാൽ മോശയുടെ കൈയോട് കൂടിയിരുന്ന അവന്റെ വലങ്കൈക്കലെത്തിയ ഹല്ലേലൂയ ആ കരം ഇന്നു പകലും എന്നോട് കൂടെയുണ്ടെന്ന്
എന്റെ പ്രിയപ്പെട്ടവരോട് കൂടെയുണ്ടെന്ന് ഇന്നു പകൽ ഞാൻ വിശ്വസിക്കുമ്പോൾ തളരാതെ നിർത്തുന്നത് കരമല്ലേ, തളരാതെ നമ്മെ ഉറപ്പിക്കുന്നത് കരമല്ലേ, നമ്മുടെ മിടുക്കല്ല, നമ്മുടെ സാമർഥ്യമല്ല, ദൈവത്തിൻ്റെതായ വലിയ കൃപയാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പലതും നമ്മളെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിക്കുമ്പോ, പലതും കർത്താവ് നമ്മെ കൊണ്ട് ചെയ്യിക്കുമ്പോ, പലയിടങ്ങളിലും നിന്നെ എത്തിക്കുമ്പോ ഇന്ന് പകൽക്കാലം ഒന്നോർത്തുകൊള്ളണം, എന്റെ മിടുക്കല്ല, എന്റെ ബലഹീനതയ്ക്കപ്പുറമായി എന്നോട് കൂടെ വരുന്നൊരു കർത്താവുണ്ട്, എന്നെ ബലപ്പെടുത്തുന്നവന്റെ ഒരു കരമുണ്ട്. അതാ ഞാൻ ഈ പകൽക്കാലവും ദൈവസന്നിധിയിൽ വരാൻ കാരണമായത്, ദൈവസന്നിധിയിൽ നിൽക്കാൻ കാരണമായത്, ദൈവത്തെ ആരാധിക്കാൻ കാരണമായത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മെക്കാൾ പ്രാപ്തിയുള്ള ആളുകൾ നമ്മോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ അവർക്ക് പലപ്പോഴും നമ്മുടെ അത്രയും പോലുമുള്ള ഒരു ആരോഗ്യമോ ശേഷിയോ ഒരു ബലമോ ഇല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കാര്യങ്ങളൊക്കെ ചെയ്ത് നാം മുന്നോട്ട് പോകുമ്പോൾ ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം, ഇതൊക്കെ എങ്ങനെ നടക്കുന്നു എന്ന. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് നമ്മൾ ദീർഘദിവസങ്ങളൊക്കെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആളുകൾക്ക് അറിയേണ്ട ഒരു കാര്യം, ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിൽ തളർന്നു പോകുന്ന ഞങ്ങളുടെ ശരീരസ്ഥിതി. എന്നാൽ ഈ ദീർഘദിവസങ്ങളൊക്കെ നിങ്ങൾ ഉപവസിച്ചിട്ട് ഇതെങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു? ഹല്ലേലൂയ. ഈ മരുപ്രയാണത്തിൽ ഹല്ലേലൂയ എങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്കൊക്കെ പ്രാപ്തി ലഭിക്കുന്നു? പറയാൻ മറുപടി രണ്ടില്ല, ഒന്നേ ഉള്ളൂ. ഒരു ബലമുള്ള ഭുജം. ഹല്ലേലൂയ. ഒരു ബലമുള്ള ഒരു ഭുജം. അത് താങ്ങുന്ന കരമാണ്, അത് തലോടുന്ന കരമാണ്, അത് ആശ്വസിപ്പിക്കുന്ന കരമാണ്, അത് ശക്തീകരിക്കുന്ന കരമാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലും അത് നല്ലതുപോലെ അറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വെള്ളം വിഭാഗിക്കുവാൻ മരുഭൂമിയിൽ ഒരു കുതിരയെ പോലെ, ഒരു കുതിരക്കുട്ടിയെ പോലെ ആഴിയിലൂടെ നടക്കുവാൻ ഇടയാക്കിയത് ഈ യഹോവയുടെ കരമാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഭുജത്തിലെടുക്കേണ്ട സമയത്ത് ഈ കരം ഭുജത്തിലെടുക്കും. ദൈവത്തിന് സ്തോത്രം. കരം പിടിക്കേണ്ട സമയത്ത് ഈ ഭുജം കരം പിടിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കണ്ണുനീർ തുടയ്ക്കേണ്ട സമയത്ത് ഈ കരം കണ്ണുനീർ എന്ത് ചെയ്യും? തുടയ്ക്കും. വചനം പറയുന്നല്ലോ, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കും. ഹല്ലേലൂയ. ഇത് താങ്ങുന്ന കരം മാത്രമല്ല, ഇത് തലോടുന്ന കരം മാത്രമല്ല, ഇത് കണ്ണുനീർ തുടയ്ക്കുന്ന കരം കൂടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആരുമില്ലെങ്കിലും ഹല്ലേലൂയ സഹായിപ്പാൻ ദൈവത്തിന്റെ ഒരു ശക്തമായ കരം ഇന്നു പകല് നമ്മോട് കൂടെയുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഭയഭക്തിയോടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമൈതലേ, നീ ഒറ്റയ്ക്കാണെന്നുള്ള ഭാരം വേണ്ട. ഹല്ലേലൂയ. എന്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരെ ഉള്ളല്ലോ എന്നുള്ളൊരു ഭാരം വേണ്ട. കുഞ്ഞുങ്ങൾ വന്നില്ലല്ലോ എന്നുള്ളൊരു ഭാരം വേണ്ട. അല്ലെ തളരാതെ നിർത്തുവാൻ എന്റെ കരം ഇന്നും കർത്താവിന്റെ കരം മതിയായത്. നിന്നെ സഹായിപ്പാൻ, നിന്നെ ശക്തീകരിക്കുവാൻ ആ ദൈവത്തിന്റെ ബലമുള്ള ഭുജം ഈ പകലും ബലഹീനമാകാതെ നിലനിൽക്കുന്നത് ഓർത്തു നാം ദൈവത്തെ സ്തുതിക്കുന്നു. ആ ബലമുള്ള ഭുജം ആ മോശയുടെ വലങ്കൈക്കൽ. ആ വാക്യം ഒന്നുകൂടെ വായിച്ച്, 12-ാം വാക്യം. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ. ഹല്ലേലൂയ. ആ വചനം വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നി. ഹല്ലേലൂയ. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ. അല്ലെ, ഇസ്രായേൽ കാണുമ്പോഴൊക്കെ ആ മോശയുടെ ആ ഉണങ്ങിയ വടി, ഹല്ലേലൂയ, ആ ബലഹീനമായ ആ മാനുഷ്യ കരം. പക്ഷേ അല്ലെ, മോശക്കറിയാം ഈ കരം ഇത് എന്റേത് മാത്രമല്ല, ഇതിന് മീതെ ഒരു കരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്റെ കഴിവ് കൊണ്ട് എത്ര കടൽ മീതെ അല്ലെങ്കിൽ ഞാൻ കരം നീട്ടിയാലും ഒന്നും സംഭവിക്കത്തില്ല. ഈ പാറ എത്ര അടിച്ചാലും ഒന്നും നടക്കത്തില്ല, ഒന്നും നടക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെങ്കിലും നടക്കണമെങ്കിൽ കർത്താവിന്റെ കൂടെ വേണം. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ മോശയ്ക്ക് അത് പറയാമെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ നിന്റെ മിടുക്കോ നിന്റെ കഴിവോ അല്ല, തമ്പുരാന്റെ കൃപയാ, തമ്പുരാന്റെ കൃപയാ. അവൻ സഹായിച്ചത് കൊണ്ട്, അവൻ കൃപ തന്നതുകൊണ്ട്, അവൻ ബലപ്പെടുത്തിയത് കൊണ്ട്, അവൻ ശക്തീകരിച്ചത് കൊണ്ട്, ഇതിനെല്ലാം കാരണം
അവന് നമ്മോട് പ്രീതി തോന്നി. ഹല്ലേലൂയ. അവന് നമ്മോട് പ്രീതി തോന്നി. അവന് പ്രീതി തോന്നിയില്ലായിരുന്നെങ്കിൽ നമുക്ക് നിലനിൽപ്പാൻ കഴിയത്തില്ല, നമുക്ക് ദൈവത്തെ സേവിപ്പാൻ കഴിയത്തില്ല, ദൈവത്തെ ആരാധിപ്പാൻ കഴിയത്തില്ല. ഒരു വാക്യം കൂടെ വീണ്ടും വായിച്ച് അവസാനിപ്പിക്കാം. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ വീണ്ടും കൊണ്ടുവരാം. 4-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങളിലൂടെ വായിക്കാം. അതിന്റെ 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ കൂടെ അവസാനമായി വായിക്കാം. ആ ആ ആ ആ ആ ആ ആ മതി. ഹല്ലേലൂയ. നിന്നെ നടത്തിക്കൊണ്ടുവന്ന ദൈവം ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകി അവരെ മാനിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവരോട് പറഞ്ഞത്, ഇതെല്ലാം തന്നത് ദൈവമാണെന്ന് എന്ത് ചെയ്യണം? ഓർക്കണം. 2, അവന്റെ വചനം ദീർഘായുസോടിരിപ്പാൻ അവന്റെ വചനത്തെ നീ എന്ത് ചെയ്യണം? പ്രമാണിക്കണം. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ പ്രവചന പുസ്തകങ്ങളിൽ പല ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, നീ അതിന് വിഘ്നം വരുത്തിയാൽ ഞാൻ നിന്നെ പറിച്ച് കളയും. നട്ട ദൈവം തന്നെ പറിച്ച് കളയും. ആ ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, പരദേശിയായിരുന്ന നിന്നെ ഇവിടെ കൊണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചെങ്കിൽ, ഞാൻ നിന്റെ പ്രമാണത്തിൽ നീ നിലനിൽക്കാതിരുന്നാൽ നിന്നെ ഞാൻ പ്രവസിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രവാസത്തിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകും. ദൈവത്തിന് സ്തോത്രം. നട്ടവൻ പറിച്ചു കളയും. അതുകൊണ്ട് വചനം ഓർക്കുവാൻ പറയുന്ന ആ 2 ചിന്തകൾ എപ്പോഴും നാം ഓർക്കണം, മറക്കരുത്. ആ ദൈവമാണ് ഇതിനെല്ലാം കാരണക്കാരനെന്ന് നീ ഓർക്കണം. 2, ആ ദൈവത്തിന്റെ വചനം എന്നും പ്രമാണിക്കണം, അത് മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. അതിൽ നിന്ന് വ്യതിചലിക്കരുത്, ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ പ്രമാണം നമുക്ക് തന്നിരിക്കുന്നത് ചില കാലങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. ജീവിതം എന്ന് അവസാനിക്കുന്നുവോ, അവസാനിക്കുന്ന നിമിഷം വരെ, അവസാന ശ്വാസം വരെ ഈ വചനത്തിന്റെ പ്രമാണം അനുസരിക്കണം. ഇതിന് വിഘ്നം വരുത്തരുത്. ഇതനുസരിക്കുന്നതിൽ, ഇത് പ്രമാണിക്കുന്നതിൽ അല്പം പോലും വിട്ടുവീഴ്ച കാണിക്കരുത്. ആവോളം ഇതിനെ ആലിംഗനം ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നല്ലോ, അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും, അതിനെ ഉയർത്തിയാൽ അത് നിന്നെയും ഉയർത്തും. ദൈവത്തിന് സ്തോത്രം. ആകയാൽ പ്രിയരെ, നമുക്ക് ആ ദൈവവചനത്തെ ഉയർത്താം. ആ ദൈവവചനത്തോട് പ്രതിപത്തി ഉള്ളവരായി, ആ ദൈവത്തോട് സ്നേഹമുള്ളവരായി, ആ ദൈവത്തോട് കടപ്പാടുള്ളവരായി ഇന്ന് ജീവിതത്തിൽ കാണുന്നതും അനുഭവിക്കുന്നതും, ഹല്ലേലൂയ, കണ്ണുകൊണ്ട് കാണാനും കൈകൊണ്ട് സ്പർശിക്കാനും കഴിയുന്ന എന്തെല്ലാം ജീവിതത്തിലുണ്ടോ, കുടുംബജീവിതം ഉൾപ്പെടെ, തലമുറകൾ ഉൾപ്പെടെ, ജീവിതത്തിന്റെ സകല സുഖ സൗകര്യങ്ങൾ ഉൾപ്പെടെ, ഹല്ലേലൂയ, നീ യാത്ര ചെയ്യുന്ന വാഹനം, നീ പാർക്കുന്ന ഭവനം, നീ ഭക്ഷിക്കുന്ന ആഹാരം, അല്ലെ നീ കുടിക്കുന്ന വെള്ളം, നീ ധരിക്കുന്ന വസ്ത്രം, ഹല്ലേലൂയ, ഇന്ന് കാണുന്ന ശരീരത്തിന്റെ ഈ ആരോഗ്യം, അല്ലെ ശരീരത്തിന് ദൈവം നിനക്ക് തന്നിട്ടുള്ള സൗന്ദര്യം, ഇതെല്ലാം കാരണക്കാരൻ ദൈവമാണ്. ഇതെല്ലാം എൻ്റെ ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ട് ഒന്നിലും നിഗളിച്ചു പോകാതെ, ഹല്ലേലൂയ, പുതിയ നിയമത്തിന്റെ ഒരു വലിയ മുന്നറിയിപ്പ് ഇതാണ്. ഹല്ലേലൂയ, ഞെളിയാതെ ഭയപ്പെടണം. ഹല്ലേലൂയ. നിഗളിച്ചു പോയ ദൂതന്മാർക്ക് വന്നുപോയ ആ ദുരന്തം നമുക്കറിയാം. അതുകൊണ്ട് നിഗളിക്കരുത്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വഞ്ചിക്കപ്പെടാതിരിപ്പാൻ, ദൈവവചനത്തിന്റെ പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വസ്തരായി കർത്താവിന്റെ വരവരെയും ജീവിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, തലകളെ ദൈവസന്നിധിയിൽ വണക്കാം. നിനക്കവരോട് പ്രീതി ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ പിതാക്കന്മാരോട് ദൈവത്തിന് പ്രീതി ഉണ്ടായിരുന്നു. അവരെ സ്നേഹിച്ച ദൈവം അവരോട് ചെയ്ത സത്യനിമിത്തം നമ്മളെയും ഈ കൃപയിലേക്ക് കൊണ്ടുവന്നു, നമ്മയും ഈ കൃപയ്ക്കുള്ളിലാക്കി. ഇന്ന് കാണുന്നതായ ആത്മീക ഭൗതിക നന്മകൾക്ക് നമ്മെ ഉടമകളാക്കി, ഉടമസ്ഥരാക്കി. അതൊക്കെ അനുഭവിപ്പാൻ നമുക്ക് സാവകാശങ്ങൾ തന്ന് ഇത്രത്തോളം ദൈവം നമ്മെ മാനിച്ചല്ലോ. ആ ദൈവകരങ്ങളിൽ ഒന്നുകൂടെ സമർപ്പിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം അർപ്പിച്ച്, അല്ലെ ഒരു നിമിഷം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രമെന്ന് ആ പാട്ടിന്റെ വരികൾ നമുക്ക് ചേർന്ന് പാടി ഒരു നിമിഷം ദൈവത്തിന് മഹത്വം കരയട്ടെ.
ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോലെ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോലെ.
നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച ദൈവത്തിന് പ്രാർത്ഥിക്കുക. അവന് നമ്മോട് പ്രീതി തോന്നി. ആ വചനം നമ്മുടെ ഉള്ളത്തിൽ പിന്നെയും ക്രിയ ചെയ്യട്ടെ. നമ്മ ഭവനങ്ങളിൽ വരുന്ന ദിവസങ്ങളിലായിരിക്കുമ്പോൾ, ഓരോ നന്മകൾ അനുഭവിക്കുമ്പോൾ ഈ വചനം നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ. അവൻ എന്നോട് പ്രീതി തോന്നിയത് കൊണ്ടാണ്, അവൻ എന്നോട് പ്രീതി തോന്നിയതാ. അതിനൊക്കെ കാരണം ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന ആത്മശക്തി പിന്നെയും പ്രാപിച്ച് ഒരു വലിയ സന്തോഷം പ്രാപിക്കുവാൻ, ആ വചനത്തിൽ ഒന്നുകൂടെ ധൈര്യപ്പെടാനൊക്കെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഹല്ലേലൂയ. എന്റെ യോഗ്യതയാണ് ഇത് നേടിയതിന് കാരണമെന്ന് ഒരു ചിന്ത വരുമ്പോൾ നമുക്ക് ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയത്തില്ല. എന്നാൽ ദൈവമാണ് ഇതിന് കാരണക്കാരനെന്ന് അറിയുമ്പോഴാണ് ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയുന്നത്. ഇതിന്റെ പിന്നിലെ കരം ദൈവത്തിൻ്റെതാണെന്ന് അറിയുമ്പോഴാണ് ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവകരങ്ങൾ ഒരിക്കൽ കൂടെ സമർപ്പിക്കുക. നല്ലവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല നിമിഷത്തിനായി സ്തോത്രം. അവിടുത്തെ പാലപിടത്തിൽ ഒരിക്കൽ കൂടെ വരാൻ, അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ഈ രാവിലെ സമയം മുതൽ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നല്ലോ. അവിടുത്തെ വചനത്തിൽ നിന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ. അവിടുന്ന് ഞങ്ങളോട് പ്രീതി തോന്നിയെന്ന് ഒന്നുകൂടെ അറിയാൻ കർത്താവേ, ഒന്നുകൂടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചല്ലോ. ഇന്ന് ഞങ്ങളായിരിക്കുന്നതിന്റെ പിന്നിൽ കർത്താവിന് പ്രീതി തോന്നിയതാണ് അതിന്റെ അടിസ്ഥാനമെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, അങ്ങേ സ്നേഹിച്ച് മാനിച്ച് ഭയപ്പെട്ട് ഞങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പാൻ പിന്നെയും ഞങ്ങൾക്ക് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലവണക്കിരിക്കുന്ന അവിടുത്തെ അഭിഷക്തദാസന്മാർക്കായി സ്തോത്രം. എല്ലാ പിതാക്കന്മാർക്കായി, മാതാക്കൾക്കായി, എല്ലാ സഹോദരങ്ങൾക്കായി, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന അവിടുത്തെ വലിയതയ്ക്കായി സ്തോത്രം. പിന്നെ വിശ്വസ്തയോടെ നിൽപ്പാൻ കൃപ ചെയ്താട്ട് മഹത്വമാനം എല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ നമ്മുടെ കരവും ശബ്ദം ഉയർത്തി ദൈവത്തെ ഉറക്കെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.